ഗൈസ്, അപ്പം ലക്കി സ്റ്റാർ ബ്ലോഗിലേക്ക് പുതിയൊരു സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം ഏകദേശം 7:30 മണിയാകാറായി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ ലൈഫാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കഴിക്കുന്നു, ഇന്ന് എന്തൊക്കെ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ഡേ ഇൻ ലൈഫാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെറിയൊരു കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. വെരിക്കോസിൻ്റെ കാലുവേദന, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 7 മാസമായതുകൊണ്ട് വേദന കൂടി വരുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഷുഗറിൻ്റെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, ഷുഗർ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അതുപോലെ ചായ റെഡി ആയിട്ടുണ്ട്. പപ്പായ്ക്ക് ചായ, പിന്നെ പപ്പായ്ക്ക് പാൽ ചായ ആക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ ദോശയാണ് ആക്കുന്നത്. ദോശയും അതുപോലെ മീൻകറി ഇരിപ്പുണ്ട്. ദോശയാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇത് പപ്പായ്ക്ക് കട്ടൻ ചായ, ഇത് മമ്മിക്ക് വെള്ളം. അപ്പം ഇതെല്ലാം ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുകയാണ് ഗൈസ്. ഒന്ന് രാവിലെ തന്നെ പണിക്ക് പോകുന്നുണ്ട്. രാവിലെ തന്നെ ദോശയാക്കി പിന്നെ ചായയാക്കി നമുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ചായയും ദോശയും. ചായ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ മുത്ത് എഴുന്നേറ്റില്ല ഗൈസ്. ഇവിടെ ചിരിയാണ്. ഉറക്കത്തിലാടക്കില് ഇങ്ങനെ ചിരിയ. ഗുഡ് മോർണിംഗ്. അങ്ങോട്ട് പോണ്ട് പിന്നെ കുഞ്ഞാ പോയി. കുഞ്ഞാക്ക് കള്ളച്ചിരിയാണ്. എൻ്റെ കുഞ്ഞായി കള്ളച്ചിരിയാണ്. കുഞ്ഞാപ്പി കള്ളച്ചിരിയാണ്. പിന്നെ അമ്മ ഈ വെക്കുന്നു. ഈ കണ്ടാ കുഞ്ഞാ, എന്റെ കുഞ്ഞായി കള്ളച്ചിരിയാടേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഷാര എഴുന്നേറ്റിരിക്കുന്നില്ലേ? വാഴ എങ്ങനെയുണ്ട്? വാഴ പോയോ? പോയോ? എന്നാ പാ നമുക്ക് അങ്കൻവാടി പോണ്ടേ? ആരാ പറഞ്ഞ അങ്കൻവാടി പോവാം? എന്നിട്ട് വാ, ഓടി വാ. ചക്രമൊത്ത ഓടി വായോ. വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏഞ്ചോ മൂക്കന്തി മുക്ക മുക്ക മൂക്ക് മുക്ക മുക്ക മൂക്ക്. ഗുഡ് മോർണിംഗ്. അയ്യോ കടിക്കുന്നു. മുക്ക മുക്ക മൂക്ക. അപ്പൻ്റെ അടുത്ത് വാവ ഉറങ്ങാൻ പോവാണ്. വാവേനെയും പിടിച്ച് അല്ലേ വിജയ? പലയാക്കണ്ടേ? ഒരു ഗ്ലാസ് രാവിലെ എഴുന്നേറ്റ് വെള്ളമാണ് കുടിക്കുന്നത്. ഗ്രീൻ ടീ പോലെ. ഗ്രീൻ ടീ ആണത്. ഗ്രീൻ ടീ. ചൂടുവെള്ളം. ചൂട് കുറഞ്ഞുണ്ടോ? പിന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ദോശ മാവ് ഇട്ടിരിക്കുന്നു. ദോശ ചുടുന്നു. 8 മണി കൊടുത്തു. ഇനി ബാക്കിയുള്ളവർക്ക് കൊച്ചിന് എല്ലാവർക്കും ദോശ വേണം. ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എണ്ണ തൊക്കുന്നു. പിന്നെ ഇളക്കി പരത്തി ദോശ മിക്ക ദിവസം തന്നെ കൂടുതൽ ദിവസം ദോശയാണ് ആക്കാറ്. പിന്നെ ഇപ്പം അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട്, അരിപ്പൊടി ഉണ്ടായാൽ നമ്മൾ കൂട്ടൊക്കെ ആക്കുമായിരുന്നു. ഇപ്പം ദോശയാണ് ഉണ്ടാക്കാറ്. ദോശ, ഉപ്മാവ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ആട്ട എളുപ്പം ദോശ ഉണ്ടാക്കും. ടാറ്റാമ്മ കൊടുക്ക്. ടാറ്റാമ്മ കൊടുക്ക്. പോയോ പോയേ? അയ്യോ, അപ്പൊ എന്നാ കൊണ്ടുവരുന്നേ? അപ്പൊ എന്നെ കൊണ്ടുവരുന്ന കുഞ്ഞിനെ കരഞ്ഞോ? പോയേ എന്നത്തിനാ പോയി കരഞ്ഞോ? എന്നത്തിനാ പോയി കരഞ്ഞ? പൈനിനെ കരഞ്ഞ?
നമുക്ക് പല്ലൊക്കെ തേച്ച് അപ്പോൾ രാവിലെ പല്ല് തേച്ചിട്ടാണ് നമുക്ക് ദോശ കഴിക്കുക. ദോശ ചെയ്യുന്നത് പിന്നെ ഈ പ്രകൃതി ഭംഗിയൊക്കെ നമുക്കിങ്ങനെ ആസ്വദിച്ച് പൂവിനോട് വർത്താനൊക്കെ പറഞ്ഞ് ചെറിയ പൂവൊക്കെ ആയിട്ടുണ്ട്. പൂവിനോടിങ്ങനെ നോക്കി വളർന്നോ പൂ കായ്ച്ചോ എന്നൊക്കെ നോക്കി ഇങ്ങനെ പല്ലൊക്കെ നല്ല രസമുണ്ട്. നീക്കച്ച് രാവിലെ ഇപ്പോഴാണ് തന്നെ പല്ല് വെക്കുന്നത് വെച്ചാൽ ചായയൊക്കെ കൊണ്ടുപോയി നമുക്ക് സമാധാനപൂർവ്വം പല്ലൊക്കെ കൊടുക്കാൻ കുട്ടികളെ ചായ കൊടുത്തു വിട്ടു. പിന്നെ നമുക്ക് പയ്യെ ചായ കുടിച്ച് കൊച്ചിനെയൊക്കെ അങ്ങ് വിടാൻ നോക്കിയാൽ മതി. രാത്രി പല്ലൊക്കെ തേച്ചിട്ടാണ് കിടക്കുന്നത് കൊണ്ടാണ് രാവിലെ കട്ടൻ ചായയൊക്കെ കുടിച്ചത് കൊണ്ട് നല്ല ഫ്രഷായി ഒക്കെ കഴുകിയിട്ടാണ് ചായയെല്ലാം ഞാൻ കുടിച്ചത്. വെള്ളമായിട്ട് കുടിച്ചത്. ഇനി വേണം ചായ കുടിക്കാൻ. കട്ടൻ കാപ്പിയായിരുന്നു അത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വെള്ളത്തിലേക്ക് മാറി. ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്കായി അങ്ങനെ എൻ്റെ ഭാവ കിടക്കാൻ ഇനി 7 മാസമായി. 2 മാസം 2.5 മാസം കൂടെ കഴിഞ്ഞ് എൻ്റെ വാവ വരും. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സന്തോഷം ചവിട്ടുന്നൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. ബേബിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കാണ് കുഴപ്പങ്ങൾ. കാലുവേദനയും അതുപോലെ പിന്നെ ഷുഗറിൻ്റെ പ്രശ്നം അതൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയിട്ട് ഒന്നുകൂടെ ചെല്ലാൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ബേബിക്ക് സന്തോഷം. രണ്ടാമത്തെ ബേബിയുടെ കട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. അപ്പം മോളെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം അങ്കൻവാടി വിടാൻ നോക്കണം. എന്നിട്ട് പിന്നെ അങ്കൻവാടി ചെല്ലാൻ പറഞ്ഞിട്ട് അവിടെയും പ്രഷർ ഷുഗറൊക്കെ നോക്കാൻ അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പോയി നോക്കിയിട്ട് വരാം. പിന്നെ പല്ലൊക്കെ ചേച്ച് പോയി ഭക്ഷണം കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാം. അപ്പോൾ അവൾക്ക് പല്ല് വെക്കാൻ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. ചേട്ടായി പോകുന്നതിൻ്റെ മുമ്പ് അവളെ തേപ്പിച്ചു. ഞാൻ തേപ്പിച്ച ഇച്ചിരി കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പം എനിക്ക് ഇച്ചിരി ബലം പിടിക്കാൻ അവൾക്ക് പല്ല് തേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഇപ്പോൾ ചേട്ടായി പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് വിടും. അതുകൊണ്ടാണ് നേരത്തെ അവളെ എഴുന്നേൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവൾ പല്ലൊന്നും തേക്കുക. ഭയങ്കര മടിയാണ് പല്ലൊക്കെ തേക്കാൻ. പിന്നെ അങ്കൻവാടി പോകാനും ചെറിയൊരു മടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല. അവൾ പല്ലൊക്കെ തേച്ച് അങ്കൻവാടി പോകാൻ കുളിക്കാനൊക്കെ ഒരു മടിയുണ്ട്. എന്നാലും കുളിച്ച് കഴിഞ്ഞ് പോകാൻ റെഡിയൊക്കെ ബാഗൊക്കെ തൂക്കി പോകാൻ നമുക്ക് കാണാം. എങ്ങനെയുണ്ട് പോകുന്നതൊക്കെ കാണാൻ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മീൻകറിയും ചായയും മധുരമില്ലാത്ത ചായ. കുഞ്ഞാറ്റയ്ക്ക് ചായ. എനിക്ക് ദോശ. പിന്നെ ഓടുക. നമുക്ക് മടിയ ദോശയൊക്കെ കഴിക്കാൻ. അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കഴിക്കും. നൂഡിൽസ് മാഹി ഇതൊക്കെയാണ്. അതൊക്കെ പിന്നെയും കഴിക്കും. ദോശയും കഴിക്കും. എന്നാലും ചിരിച്ചിരേ കഴിക്കുള്ളൂ. ഇന്നലെ മിമ്മി വെച്ചു. ഓരോ സ്റ്റൈലാണ്. ആനക്കൂട്ടൻ എവിടെ പോന്നെ? കഴിച്ചിട്ട് പോവാ. പിപി പോണ്ട. നമുക്ക് കഴിച്ചിട്ട് പോവാ. ഓടുക. ആനയാണ്. എന്റെ പൂച്ചക്കുട്ടി വരുന്നുണ്ട്. അമ്മാമ്മ കഴിക്കാൻ വരുന്നുണ്ട്. ബേബിക്കും കൊടുത്തു അല്ലേ? എന്റെ ബേബിക്കും കൊടുത്തു. എന്റെ കുഞ്ഞിനും കൊടുത്തേ. സ്റ്റൈലിൽ എന്റെ പൂച്ചക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബേബി ബേബിയുടെ പോയി. എന്റെ പൂച്ചക്കുട്ടി ഓരോ സ്റ്റൈലിലാണ് വന്ന് മാമൻ കഴിക്കുന്നത് അല്ലേ? അപ്പം കഴിക്കുന്നത്. ഇനി ചായ കൂടി കുടിച്ചോ. എന്നാ ചായ. ഓടി വരണേ. പേരെയും മിറ്റൊക്കെ അടിച്ചിട്ട് വേണം നേരെ ടാബ്ലറ്റ് ഉണ്ട്. കുറച്ച് ടാബ്ലറ്റൊക്കെ ഉണ്ട് കഴിക്കാൻ. അതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ അമ്മമാടിയിലേക്ക് പോവാം. മമ്മി വരുന്നുണ്ട്. പ്രഷറും ഷുഗറും നോക്കാൻ വേണ്ടി അവർ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങനെ കുഞ്ഞാറ്റിനെ അംഗൻവാടിൻ്റെ ആക്കിയിട്ട് വേണ്ടി. അപ്പച്ചനും ടാറ്റ പറ. ടാറ്റ ബൈ ബൈ. അപ്പച്ചനും ടാറ്റ ബൈ ബൈ പറ. ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുത്തോ? ടാറ്റ കൊടുക്ക്. അമ്മ ഇവിടെ എത്തിക്കിട്ടിയാൽ മതി. എനിക്ക് ആരോടെ വരുന്നേ?
അമ്മേൻ്റെ കൂടെയാണോ? അമ്മയില്ല, അമ്മച്ചി 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 അമ്മച്ചി. അവിടെ ചേച്ചിമാരെല്ലാം ആത്താ. ഇല്ല, ചേച്ചിമാരൊക്കെ ആത്താ. അവളുടെ അകത്തേക്ക് കയറുമ്പോൾ അവള് അതൊക്കെ കുറച്ച് നേരം വീട്ടിലത്തേക്കും ചട്ടായിക്ക് തന്നെ അതിന് ചോറിന് ഇപ്പോൾ കറി മീൻ വറുത്തതും മീൻ കറിയും പിന്നെ അതുപോലെ ചക്കക്കുരു തോരൻ വെച്ചതും ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി അച്ചാറും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ചോറ് കഴിച്ചിട്ട് വെള്ളം കുടിക്കുക ആവശ്യത്തിന് ഒരു ടാബ്ലറ്റ് കഴിക്കാനുള്ള അങ്ങനെ ടാബ്ലറ്റ് കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് സമയം ഏകദേശം 3:30 ആകാറായി. മോളെ വിടാനായി. അപ്പോൾ നേരെ ഡോറ് തുറന്ന് ഞാൻ കൊച്ചിനെ കൂട്ടാൻ വേണ്ടി പോവാം. സമയം പോയതറിഞ്ഞില്ല, ഫോൺ നോക്കി സമയം പോയതറിഞ്ഞില്ല. സ്കൂട്ടി ഇരിപ്പുണ്ട്. സ്കൂട്ടി ഇപ്പം ഞാൻ ഓടിക്കുന്ന അവസ്ഥയില്ലാത്തതുകൊണ്ട് എന്നോട് ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ സ്കൂട്ടി ഇപ്പോൾ ഓടിക്കുന്നില്ല. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് വരാം. അപ്പം ഞാൻ പോകുന്ന ഈ വഴി കൂടെ ചെറിയൊരു കുറുക്ക് വഴി, നമുക്കൊരു ഷോർട്ട് കട്ടാണ് നേരെ അംഗൻവാടി. ഇതിലെ പോയി നേരെ റോഡിലേക്ക് അങ്ങ് ചെന്നെത്തും. ഇതൊരു ഷോർട്ട് കട്ടായതുകൊണ്ട് പെട്ടെന്ന് എത്തണം. ഇതിനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ മാത്രമേ ഞാൻ പോകുന്നു. അപ്പോൾ വല്ലാത്തതെല്ലാം നേരെ റോട്ടിൽ കൂടെയാണ് വരുന്നത്. അതിൽ നേരെ ടാറ്ററുണ്ട്. അത് ഇച്ചിരി ലോങ് ആയതുകൊണ്ട് ഇത് ഷോർട്ട് കട്ടായതിന് പെട്ടെന്ന് എത്തും. അതുകൊണ്ടാണ് ഇതിലാണ് ഞാൻ എന്നും പോകുന്നത്. നമുക്ക് പോയി കൂട്ടിയിട്ട് വരാം. റബ്ബർ തോട്ടമൊക്കെയാണ് ഇതാണ് വഴി വരുന്നത്. നേരെ ചെല്ലുന്ന റോട്ടിലേക്കാണ്. നല്ല റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. കമ്മൽപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി, വാടിപ്പോയി. അപ്പോൾ നമുക്ക് റോഡ് കയറിയില്ലേ, കുറച്ചങ്ങ് നടന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് ഇല്ല നടക്കാൻ, അത്രേ ഉള്ളൂ. അപ്പം നടന്നെത്താനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം പോവാം. സൈഡിൽ കൂടെയുള്ള വീടുകളുണ്ട്. എനിക്ക് തരുമോ പേരയ്ക്കാം? ഇല്ല ഇല്ല, അത് കാക്കോണ്ടായി, അത് കാക്കോണ്ടായി. താ അമ്മക്കിതാ വരുന്ന വഴിക്ക് പേരക്കൊക്കെ കിട്ടി. അതാരാ തന്നെ? ബേബിക്കാ? ആ, താങ്ക് യു. ബേബിക്കുന്നല്ലേ? ആരെ പേരൊക്കെ തന്നെ? ആരെ പേരൊക്കെ തന്നെ കുഞ്ഞിന്? ചേച്ചിയാ? ചേച്ചി താങ്ക് യു പറഞ്ഞോ? അങ്ങനെ ഞങ്ങൾക്ക് പേരക്കൊക്കെ കിട്ടി. എനിക്കും കിട്ടി പേരക്ക. ഞാൻ അംഗൻവാടി പോയിട്ട് വരുമ്പോൾ ഇവളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പേരക്ക തന്ന അല്ലേ? ആരെ പേരക്ക തന്നെ? അച്ചു അല്ലേ? ആ, അച്ചു തന്നു. അമ്മയ്ക്ക് തന്നോ പേരക്ക? ആ, എൻ്റെ ഉണ്ടല്ലോ. എവിടെയുണ്ട്? അമ്മയ്ക്ക് ഇവിടെ പേരക്ക ഉണ്ടെന്ന്. ആ, എൻ്റെ അതാ. എനിക്ക് തരുമോ പേരക്ക? അതെനിക്ക് തരുമോ? എനിക്കിതാ, അതുതാ. ഇന്നെന്നപ്പ കഴിച്ചാ അംഗൻവാടി? ഇന്നെന്നപ്പ തന്നെ ഒന്നാം വരോ? പിന്നെ ഒന്നാം വരെ എന്നെ ഒന്നാം വരെ എന്നാമ്പാ കഴിച്ചേ? എന്നാപ്പാ കഴിച്ചേ? ആ, എക്സസൈസാ? 4 പിന്നെ 1 2 3 പഠിപ്പിച്ചിരുന്ന? അപ്പ വണ്ടി ഉണ്ടോ അവിടെ? അപ്പ ഇല്ല, അപ്പ പോയി. ടാറ്റ പോയി. അപ്പ വണ്ടി ഉണ്ടല്ലേ? അല്ല, അപ്പ വണ്ടി ഉണ്ടെന്ന്. അപ്പായി വണ്ടിയുള്ളൂ, അപ്പായി ഇല്ല.
നമുക്ക് അപ്പയുടെ വണ്ടി ഉണ്ട്. അപ്പ വണ്ടിയുള്ളു. അപ്പ പോയി. അപ്പ മോനിയുടെ അടുത്ത് പോയി. അപ്പയേ മോനിയുടെ അടുത്ത് പോയി. അപ്പൊ വണ്ടിയുണ്ട്. അപ്പൊ ഈ ടാറ്റ പോയി. ടാറ്റ പോയി. മോനിയുടെ അടുത്ത് പോയി. മോനിയുടെ അടുത്ത് പോയി. കുഞ്ഞിനെ കണ്ടാണ്ട് അപ്പ ടാറ്റ പോയി. അടിക്കാതെ. അങ്ങനെ വൈകുന്നേരമായി ചായ കുടി കേട്ടോ. ചായയുടെ അങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് നടക്കുകയാണ്. ഞാൻ കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് അമ്മ കണ്ടു. പാല അടുപ്പിച്ചു വെക്ക്. കൈ മാമ വരുണ്ണ മാമ ആട്ട മാത്രം. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും പിന്നെ അതുപോലെ ചേട്ടായും വിളിച്ച് സംസാരിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകാൻ ഇല്ല കൊടുത്തില്ല. ബിസ്ക്കറ്റ് വേണം. ഇങ്ങനെ ബിസ്ക്കറ്റ് അതുപോലെ രാത്രിയാകുമ്പത്തേക്ക് കഴിക്കാനാണ്. അങ്ങനെ അമ്മ പോയല്ലേ പോയി. അവിടെ അമ്മയോടൊക്കെ ഗുഡ്നൈറ്റ് പറഞ്ഞിട്ടോ. അപ്പച്ചനോട് ഗുഡ്നൈറ്റ് പറഞ്ഞിട്ടോ. ഉമ്മ എടുക്ക്. എന്നാ മതി. ഇഷമയ്ക്ക് ഉമ്മ ഇഷമയ്ക്ക് ഉമ്മ എടുക്ക്. ഉമ്മ കൊടുക്ക്. ലൈറ്റ് ഓഫ് ആക്കട്ടെ. ഇതിനെവിടെ ഇരിക്കുന്നത്? നടക്കുന്നില്ലേ? നടക്കുന്നില്ലേ? നീ അപ്പം തിന്നാൻ പോവാണോ? രാത്രിക്കാണ് നിനക്ക് അപ്പം തിന്നുന്നേ. പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ വിശുദ്ധ പുരുഷന്റെ അടുത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ അപ്പായിക്ക് വേണ്ടിയും എൻ്റെ ഈശോയെ അപ്പായിക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും അപ്പച്ചന്മാർക്ക് വേണ്ടിയും കുഞ്ഞാവയ്ക്ക് വേണ്ടിയും അമ്മിമാർക്ക് വേണ്ടിയും ചേട്ടായി അമ്മയും മാതാവേ കാത്തോളിനെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും നാമത്തെ ആമേൻ. വിശുദ്ധ പുരുഷന്റെ രക്തത്താലെ ഞങ്ങളുടെ മുത്തുകളെ രക്ഷിക്കാൻ പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും നാമത്തെ ആമേൻ. ഈശോ ഈശോയ്ക്കും സ്വട്ടെ ഈശോ പറ ഈശോ ഈശോ മിശായിക്ക് സോറി ഈശോ മിശായിക്ക് സോറി ഉമ്മ കൊടുക്ക. ഗുഡ് നൈറ്റ് പറ.
ഗുഡ് നൈറ്റ് പറ. ഈശോ ഈശോ ഈശോയ്ക്കും ചേട്ടാ ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ബൈ ബൈ. വഴക്കാ ടാറ്റാ ബൈ ഗുഡ് നൈറ്റ് പറ. ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്. ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റ കൊടുത്തേ. ടാറ്റ. ടാറ്റ കൊടുക്ക. ടാറ്റ കൊടുക്ക. എന്നെ തിന്നെ അപ്പം തിന്ന. രാത്രിക്കാണോ പോന്നെ? ആ വാങ്ങുന്നില്ലേ? ആ വാങ്ങുന്നില്ല. ആ കഴിക്ക. എന്നാ തിന്നെ? എന്നതാ? മിച്ചറ്. അതാണ് മിച്ചറ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാം. അപ്പം ഇത്രയേ ഉള്ളൂ ഡേ ഇൻ ലൈഫ്. എന്തോ കളയാതെ തിന്നെ, ഇല്ലല്ലോ ഉറുമ്പ് കയറും കേട്ടോ. കളഞ്ഞ മേടിക്കുന്ന അടി. വേഗം കഴിച്ചേ. വേണമെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെക്കൂ. അപ്പം ഇങ്ങനെയുള്ളൂ. അപ്പം ഇന്ന് ചേട്ടായി ഇല്ല. ചേട്ടായി വയനാട്ടിൽ പോയേക്കുക, ചേച്ചിയുടെ അടുത്ത് പോയേക്കുവാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ മോളും തന്നെയുണ്ട് കിടക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞാവേ. മേഡം ആവേഞ്ചി എവിടെ പോയി? ഉമ്മ അമ്മയ്ക്കുമ്മ അപ്പം നിന്നു വേണോ? അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഞങ്ങളിതാ കിടക്കാൻ വേണ്ടി പോവാണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ കിടക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ ലൈഫ് എന്ന് പറയാൻ. നമ്മൾ സാധാരണ പുറത്തങ്ങനെ പോകാറൊന്നുമില്ല. ആഴ്ചയിൽ സാധാരണ അങ്ങനെ മാസത്തിലൊക്കെ ആയിരിക്കും വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോകാറ്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് അങ്ങനെ കൂടുതൽ വണ്ടി പിടിച്ച് പോകേണ്ടതുകൊണ്ടും പിന്നെ ഞങ്ങൾ സ്കൂട്ടിക്കാണ് യാത്ര കൂടുതലും പോകുന്നത്. പിന്നെ കാറിനാണ് പോകുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ കാറുണ്ടെങ്കിൽ കൂടുതലും എവിടെയും പോകാറുള്ളൂ. വണ്ടി പിടിച്ചിട്ട് വേണം പോകാൻ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും എവിടെയും പോകുന്നില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് എവിടെയെങ്കിലും പോകാറുള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ. ഉമ്മ ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. മോർണിംഗ്. അവളുടെ മോർണിംഗ് ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ബൈ ബൈ.